ഹായ് ഓൾ, ഐ ആം ഹിയർ ദിവ്യ സജിത്. ഓരോ ദിവസവും എങ്ങനെ ഏറ്റവും പുതുമയുള്ളതാക്കാം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അല്ലേ? ആ വിചാരം അതുപോലെ തന്നെ ഇരിക്കട്ടെ. എങ്ങനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആകാം, എങ്ങനെ ഓരോ ദിവസവും ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താം എന്ന് വേണം നമ്മൾ ആലോചിക്കേണ്ടത്. ഒരാളെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? നമ്മൾ എപ്പോഴും നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ടിരിക്കുക. എന്തൂസിയാസം, ഉന്മേഷത്തോടുകൂടി, ഉണർവോടുകൂടി. ബി എ ഗുഡ് റോൾ മോഡൽ. വി ഹാവ് ടു ചേഞ്ച് എവറിത്തിങ്. നമുക്കെല്ലാം മാറ്റാൻ കഴിയും. നമ്മൾ വേറെ ആരെയും മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മാറ്റം നമ്മളിൽ തന്നെയാണ്. ടേക്ക് ഓണർഷിപ്പ് ഓഫ് യുവർ ഓൺ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരിക. നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്ററും നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് വിജയം സംഭവിച്ചില്ല എങ്കിൽ, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ വിജയം നമ്മുടെ തന്നെ കൈകളിലാണ്, നമ്മുടെ ചിന്തകളിലാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സിനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കണം. നമ്മൾ എല്ലാത്തിനും യെസ്, ഗുഡ് എന്ന് പറയുന്നതിന് പകരം ഈ രണ്ട് വാക്കുകൾക്ക് പകരം നമുക്ക് ഗ്രേറ്റ് ഉപയോഗിച്ചാലോ? കുറച്ചുകൂടി നമുക്ക് പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അതുപോലെ വാവ് അല്ലേ? ഈ രണ്ട് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കൂടെ സ്വയം നമുക്ക് തന്നെ തോന്നാറുണ്ട്. ഒരു ആത്മവിശ്വാസം കൂടും, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. അപ്പം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം? നമ്മുടെ സെൽഫ് ലവ് നമുക്ക് നന്നായിട്ട് വർദ്ധിപ്പിച്ചെടുക്കണം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ സ്ട്രെസ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, നമ്മുടെ സെൽഫ് ലവ് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഡു സംതിങ് മോർ. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം, പക്ഷെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അധികം ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫിൽ മാറ്റത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഓർക്കുക. അതുപോലെ ഡു ലെസ് സംതിങ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കുറവ് വരുത്തുക. ഏതൊക്കെ കാര്യങ്ങളാണ്? നമ്മളിപ്പോൾ ചിലപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് കാര്യങ്ങൾ നിറയെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് നമ്മളിപ്പോൾ ഫോൺ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരു റീല് കാണാൻ ഇരിക്കുന്നതാവാം, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. നമ്മൾ സമയം പോണത് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാമെന്ന് തോന്നും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമ്മൾ സ്റ്റാർട്ട് സംതിങ് ന്യൂ. പുതിയ കാര്യങ്ങൾ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം. ഇപ്പം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് സംതിങ്. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളങ്ങ് നിർത്താം. അതിനി വേണ്ടതാനും. നമ്മൾ ഒരു യൂസ്ഫുള്ളും ഇല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നമുക്കിനി വേണ്ട. അതുപോലെ നമുക്ക് തന്നെ ഡു സംതിങ് കണ്ടിന്യൂ. നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ തന്നെ എക്സാമ്പിൾ ആണെങ്കിൽ, ഈ എക്സാമ്പിൾ പറഞ്ഞ കാര്യം നിങ്ങളപ്പോൾ കൂടുതൽ ഓർക്കും. ഇപ്പം മെഡിറ്റേഷൻ, ഞാൻ രാവിലെ മോർണിംഗ് സെഷൻ 5:30 കൃത്യമായി മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇടയ്ക്ക് വന്ന് എത്തി നോക്കി പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഒരു കണ്ടിന്യൂ ആയിട്ട്, ഇപ്പോൾ നമ്മൾ സ്ഥിരത വേണം. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ തീരുമാനിക്കണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പം മെഡിറ്റേഷനാണ് ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി ഞാനിത് തുടരും. അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബുക്സുകൾ വായിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യം. അല്ലെങ്കിൽ ആക്ട് ഓഫ് കൈൻഡ്നെസ്. നമ്മൾ ആരെങ്കിലും ഒരാളെ ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സഹായിക്കും. അല്ലെങ്കിൽ ഞാനിന്നൊരു 5 പേരെ നോക്കി ചിരിക്കും. അങ്ങനെയുള്ള കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ നിങ്ങൾ തയ്യാറല്ലേ? അങ്ങനെ തയ്യാറാകണം. അപ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാനും നമ്മുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മളിപ്പോൾ ഡു സംതിങ് മോർ, അല്ലെങ്കിൽ ഡു ലെസ് സംതിങ്, സ്റ്റാർട്ട് സംതിങ് ന്യൂ ഒക്കെ പറഞ്ഞത് കാര്യങ്ങൾ നിങ്ങൾ പേപ്പറിൽ നോട്ട് ചെയ്യുക കേട്ടോ. അത് ഏറ്റവും നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ നമ്മൾ നോട്ട് ചെയ്തേക്കും. ഇമേജായിട്ട് നമ്മുടെ മൈൻഡിൽ അതെല്ലാം സ്റ്റോർ ചെയ്തിരിക്കും. അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നമുക്ക് ഇന്ന് മുതൽ ഞാൻ എന്നിൽ എനിക്കിഷ്ടമില്ലാത്ത ഈ കാര്യങ്ങൾ നിർത്തും. അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ പുതുമ കണ്ടെത്തി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരും. സ്റ്റോപ്പ് ചെയ്യേണ്ട സ്റ്റോപ്പ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ
ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ലൈഫിൽ നമുക്ക് നമ്മുടെ തന്നെ ഉയർച്ചയ്ക്ക് വളരെ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ്. ഇതൊക്കെ നിങ്ങൾ യൂസ്ഫുൾ ആക്കി എടുക്കണം. താങ്ക് യു ഓൾ. I am your Divya Sajid from Divu's Happiness Hub.